നമ്മളിതേ എന്തിനു റെഡി ആവാ? അല്ല ഞാൻ പറ്റില്ല, എനിക്ക് ഇപ്പൊ ഷോർട്ട് ഉണ്ട്. എന്നിട്ട് ഇന്ന് 700ന്റെ ഒരു ഗംഭീര പരിപാടി ഗീതാ ഗോവിന്ദത്തിന്റെ 700th എപ്പിസോഡാണ് ഇന്ന്. സോ അതിന്റെ ഒരു ചെറിയ സെലിബ്രേഷന് വേണ്ടിയിട്ട് റെഡി ആവാണ് നമ്മൾ അല്ലേ? ബാക്കി പക്ഷെ ബിന്ദുമ്മയ്ക്ക് ഷോർട്ട് ഉണ്ട്, എനിക്കും ഇപ്പൊ അവക്ക് പിന്നെ ഗീതുവിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേരും ഷോർട്ട് ഉള്ളതുകൊണ്ട് മാറിയിട്ടില്ല. മാറാൻ സാധിച്ചാൽ ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ട് വരും. ഞാൻ വേറെ ഡ്രസ്സായിരുന്നു, ഇവർ രണ്ടുപേരും നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഡ്രസ്സ് മാറ്റിപ്പിച്ചത്. അങ്ങനെ മാറാൻ പറ്റിയ മാറാടാ, അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ ഇട്ടിട്ട് ഹലോ സഹോദരേ മഹാജനങ്ങളെ. അതെ, അങ്ങനെ പെട്ടെന്ന് പോയല്ലേ 700 എപ്പിസോഡ്. ബിന്ദുമാ റീസെന്റ് ഒരു വർഷമായി. ഒരു വർഷമായില്ലേ? അതെ അതെ അതെ, കുറേ നല്ല മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എനിക്ക് സന്തോഷമുണ്ട്, എന്താ പറയാ, പെട്ടെന്ന് തന്നെ ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്തു, എല്ലാരും അക്സെപ്റ്റ് ചെയ്തു. പിന്നെ നല്ലൊരു അടിപൊളി സെറ്റ്. അതെ അതെ, എല്ലാരും ശരിക്കും നമ്മളെല്ലാരും പറയും ഫാമിലി ശരിക്കും എനിക്ക് ആ ഫീൽ ഉണ്ട്. നമ്മളേതോ ഒരു നമ്മുടെ പണ്ടത്തെ കൂട്ടുകുടുംബത്തിൽ കയറി ചെന്നിട്ട് എല്ലാരും കാണുമ്പോൾ ഒരു സന്തോഷം. അല്ല, ഇന്ന് പ്രത്യേകിച്ച് എല്ലാരും വന്നിട്ടുണ്ട്, എല്ലാരും ഇന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കായ ആളായി. ഇന്ന് കരയുന്നത് കാണേണ്ടി വരൂ. ഭയങ്കര വീക്കായ ആളെ സ്നേഹം. അപ്പം അല്ലെ പെട്ടെന്ന് സങ്കടമൊക്കെ വരും. നല്ല അടിപൊളി സെറ്റാണ്, അദ്ദേഹത്തിനോട് നന്ദിയുണ്ട്. ഇനിയും ഇങ്ങനത്തെ സെയിം സെറ്റിന്റെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നല്ലേ? ഡയറക്ടർ ജിതേഷ് സാറും നല്ല പ്രൊഡ്യൂസറും ഇത്രയും പോലുള്ള ആൾക്കാർ വന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ശ്വേത, നമ്മളിനി എപ്പോഴാ വർക്ക് ചെയ്യണേ? നമ്മളിനി എപ്പോഴാ ഒരുമിച്ച്? ചെന്നൈ വരില്ല. ഞാൻ ചെന്നൈ വരും. അതെ, സെറ്റ് മാറി മാറി പോവാം. എന്തായാലും നമ്മളിപ്പം എന്തിന്റെയൊക്കെ ആവശ്യത്തിന് എനിക്ക് ജീവനാ. ഞാൻ ഇവിടെ പഠിച്ചു വളർന്നൊക്കെ അതെ, നമുക്ക് കാണാം ഇല്ലേ? ഭഗവാൻ ഒന്നിപ്പിക്കട്ടെ. ഉറപ്പായിട്ടും ഈ സെയിം ക്രൂവിന്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം. എല്ലാരും പഴയ ആൾക്കാരും കൂടെ വന്നല്ലോ. അതല്ലേ അക്കിനൊക്കെ ലൂബിന് ഇതിലില്ലെങ്കിലും നമുക്കൊരു സന്തോഷം. കണ്ടിട്ട് കണ്ടിട്ട് കണ്ണോട്ടമായി പരിയാറോടെ പാടടാ. കയ്യിലിട്ട പെണ്ണഴകേ. ശരിയാട്ടോ, ഇവള് പഠിച്ച് ശരിക്കും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്തടുത്ത സീരിയലുകൾ വരും. അതെ, ഞങ്ങൾക്ക് അടുത്തടുത്ത സീരിയലിൽ വരും. അതാ ഒരു കാര്യം വന്നേ, ഇതിനെ അറിയാലോ, എന്റെ നാത്തൂനായിരുന്നു. എന്റെ നാത്തൂൻ ഇതാ ഇപ്പൊ മദാമ്മയായി മാറി. എന്റെ നാത്തൂൻ പക്ക മലയാളി നാടൻ കുട്ടിയായിരുന്നു. ഇപ്പൊ അവള് ഇതാ മദാമ്മയായിട്ട് വന്ന് എന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. മൊത്തത്തിൽ ഒന്ന് കാണട്ടെ, ഒന്ന് വന്നേ, ബാക്കിലോട്ട് പോയി. അതാണ് ഞങ്ങൾ നീ വരുന്ന വഴിക്ക് കൊണ്ടുവന്ന ഓക്കെ. അപ്പൊ നമ്മള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഏകദേശം ഫുൾ റെഡി ആണ്. വിശക്കുണ്ട്. ഈ ഡിഷസ് എല്ലാം പ്രതീക്ഷ കാണിക്കും. ഓക്കെ, എന്നിട്ട് അവള് കഴിക്കാൻ പോകുന്നത് ചോറും അതെന്താണെന്നറിയോ? അല്ല, അതെന്താന്ന് സംഭവിച്ചാൽ എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇവിടുത്തെ തേങ്ങാ ചമ്മന്തി ഇല്ലേ, ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മുടെ അരുൺ ചേട്ടൻ എപ്പോഴും ചോറിന്റെ കൂടെ ചമ്മന്തി ഇങ്ങനെ വെച്ചേക്കും. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടം അതാണ്. അത് എപ്പോഴും ഉണ്ട്, അത് ഇവക്കറിയാം. നീ അറിയില്ലല്ലേ? എന്ത് സ്പെഷ്യൽ ഡിഷ് ഉണ്ടെങ്കിലും ചമ്മന്തി ഉണ്ടോ അവള് ചോറ് കഴിക്കും. അല്ല, സ്പെഷ്യലി ഞാൻ കഴിക്കും. പക്ഷെ അത് കൂടാതെ ചമ്മന്തി ഉണ്ടെങ്കിൽ മിക്കവാറും ചോറിനേക്കാളും കൂടുതൽ ചമ്മന്തി ഇരുന്ന് കഴിക്കും. അരുൺ ചേട്ടൻ എനിക്ക് വാരി കൂരി ഇട്ട് വരും, എനിക്കിഷ്ടം. അപ്പൊ നീ അറിഞ്ഞില്ല അല്ലേ? എനിക്ക് എന്തിനാ
വർക്ക് ചെയ്തത്. അങ്ങനെ അതാണ് ഇവള് ചമ്മന്തിയുടെ കാര്യം പറഞ്ഞത്. ചമ്മന്തി മതി. ബാക്കി അല്ല അല്ല ബൊഫറ്റ് അപ്പൊ അങ്ങനെയല്ല. വേറെ എന്നാലും ചമ്മന്തി ചെറിയൊരു ഇഷ്ടമായിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോപ്പ് വന്ന് ഡിഷസ് ആണ്. ബൈ ഗൈസ്. ബൈ. ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഇന്നത്തെ. ഈ കാഷ്യർ ആണ്. ആ കാഷ്യർ നോക്കിക്കോ, കാശൊന്നും തന്നിട്ടില്ല. ഹലോ, ആ കാഷ്യർ കാശ് തന്നിട്ടില്ല. കാശ് തന്നിട്ടില്ല. എവിടെ ഞങ്ങളുടെ ക്യാഷ് എവിടെ? കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിക്കൻ മഞ്ചോസു. ചിക്കൻ മഞ്ചോസു, ചിക്കൻ ലോലിപോപ്പ്, മയണസ്, സോസ്, പ്ലേറ്റ്സും ടിഷ്യൂ പേപ്പർ. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സംഭവം സത്യമാണ് കേട്ടോ. സത്യമാണ്. അതിൽ തുറക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇടിയാപ്പം. ഇടിയാപ്പവും വേണ്ട, എല്ലാവർക്കും ഇടിയാപ്പം. ആ അതെ. ഇത് ചപ്പാത്തി. ആ നെക്സ്റ്റ് കോയിൻ പൊറോട്ട. ആ പറ്റിച്ച് ഫില്ല് ചെയ്തില്ല. ഞാനടി. നീ എന്താ ഇവിടെ? ഇതേതാ? സമൃദ്ധ സമൃദ്ധയിലെ അമൃത. ഒരു യൂട്യൂബ് ചാനൽ നീ മിണ്ടരുത്. നീ വാ, നമുക്ക് അടുത്ത ബോർഡ് നോക്കാം. അവിടെ ഒരു ഡിസാസ്റ്റർ. അവിടെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിന്റെ ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. നമുക്കതിൽ നിന്ന് മാറി നടക്കാം. സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ബീഫ് ഉലർത്തിയത്. വാ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിപ്പോയി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇതില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആകണം നോക്കാം. അതിലായില്ല. ഓക്കെ, സൂപ്പർ. ഇനി എന്താണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ്? കേക്ക് ഉണ്ട്. കേക്ക് നോക്കാം. കേക്ക് അത് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പൊ വേറെ ആരുണ്ട്? എല്ലാരും എല്ലാം അത് നമ്മുടെ സന്തോഷം വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുറച്ച് നേരം AC ഇവിടെ വെക്കാം. ഫാൻ ബൈ നിന്റെ ഡ്രസ് ഭയങ്കര രസമുണ്ട്. സീരിയസ്ലി ഭയങ്കര രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി ഇപ്പൊ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു. ഞാൻ എനിക്ക് കൊടുക്കാം. എന്ത് കൊടുക്കാന്ന്? ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് നോക്കാം. വട്ടമേശ സമ്മേളനം. ഓ ഹലോ, സുഖം. ഹായ്. യൂട്യൂബ് സൂപ്പർ ആയിട്ടെന്നാ പറഞ്ഞത്. എനിക്ക് ഇവിടെ വ്യൂസ് എന്തോ എല്ലാവർക്കും ഇത് കണ്ടറി ഇത് നീ വന്നപ്പോ ഇല്ലായിരുന്നല്ലോ. ഇതിപ്പോ എവിടെ ഒപ്പിച്ചു? ഓർഡർ ചെയ്താ വ്ലോഗിംഗ് നമ്പർ 1.
നീ വ്ളോഗ് എടുക്കണോ? ഇതാ vlog ഇല്ല. ട്യൂൺ ചെയ്യാൻ പോകണോ? അല്ല. ചൂടാ. ചൂടാ. ന്യൂഡാ അതല്ലടാ, അത്. സോറി ഐ കാണ്ട്. നമുക്ക് ന്യൂഡ് കാണണം പോലും. നോ. ഇല്ല. ഞാൻ അത്രക്കാരൻ ഇവിടെ നല്ല ചൂടാട്ടോ, ഭയങ്കര ചൂട്. ഞാൻ ഓടിച്ചാടി നടക്കണ്ടായി ഭയങ്കരമായിട്ട് വേറെ. അവിടെ പോകും എല്ലാത്തിലും ഫേസ് നീ കാണിച്ചു ரொம்ப നടിച്ചിരിക്ക இந்த വീഡിയോ നാച്ചുറൽ നീച്ച മരിച്ചു പോയി അതാണ് വെള്ളം ഇട്ട് ഗൈസ് ഞങ്ങൾ ട്വിന്നിങ് ആണ്, വൈറ്റ് ആൻഡ് വൈറ്റ്. നിങ്ങളെപ്പോഴാണ് മരിച്ച രണ്ടുപേരും? ഇവള് ഏതോ തിരിച്ച് ഇപ്പൊ ഒട്ടിച്ചു. നിന്റെ വീഡിയോയിൽ എടുത്തത് കൂടെ എനിക്ക് തരണേ. നീ വ്ളോഗ് ഇടുന്നുണ്ടോ? ആ, അപ്പം അതിനകത്ത് എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ എനിക്കൊന്ന് തരണേ. ചുമ്മാ കുട്ടി കുട്ടി വീഡിയോ എടുത്തിട്ട് ഇല്ലെന്നാ മാക്സിമം സ്റ്റോറി മാത്രമേ എടുക്കൂ. എല്ലാവരും നമുക്കൊരു ചെറിയ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും അറേഞ്ച്മെൻറ്റ്സ് ആണ്. നമ്മുടെ ഡയറക്ടർ സാജൻ ചേട്ടൻ, ജോയ് ചേട്ടൻ എല്ലാവരും ഉണ്ട് അവിടെ കേട്ടോ. നമ്മുടെ ഈ ഷൂട്ട് ചെയ്യുന്ന വീട്ടിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തേക്കുന്നത്. ചെയ്തു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പഠിക്കാനും ജീവിതാനുഭവങ്ങളും ആക്ടിങ്ങും എല്ലാം എനിക്ക് പഠിപ്പിച്ചു തന്നത് ഗീതാകൊണ്ടാണ്. എനിക്ക് വീട്ടിലെ മെമ്മറീസ് ഒന്നും അധികമില്ല, എല്ലാം സെറ്റിലെ മെമ്മറീസ് ആണ്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് ഇമോഷണലും എന്നാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കുറച്ച് ടൈമായിരുന്നു കേട്ടോ. ഗീതാഗോവിന്ദം എൻഡിങ്ങിലാണ് എങ്കിലും എന്താ പറയുക, എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ഡയറക്ടർ, ഭയങ്കര പാവം ഒരു ഡയറക്ടർ കേട്ടോ. ഇത് അടിപൊളിയാണ് കൂടെ വർക്ക് ചെയ്യാൻ. ഇത് നമ്മുടെ പ്രൊഡ്യൂസർ ഗീതാഗോവിന്ദത്തിൻ്റെ ബോബി സാറ്. പിന്നെ അടുത്തത് ഇതാണ് നമ്മുടെ വിനുചേട്ടൻ, നമ്മുടെ റൈറ്റർ. ഈ സ്റ്റോറി എല്ലാം പുള്ളിയാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇത് നമ്മുടെ ക്യാമറാമാൻ മണിച്ചേട്ടൻ്റെ കൂടാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് വന്നപ്പോൾ വർക്ക് ചെയ്യുന്നത്, അമ്മ സീരിയലിൽ. ആൻഡ് ഇത് നമ്മുടെ ജോസേട്ടൻ, എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് നമ്മുടെ ജോസേട്ടൻ, നമ്മുടെ അസോസിയേറ്റ് സജിച്ചേട്ടൻ. ഇവരെയൊക്കെ ഒരുപാട് സത്യമായിട്ടും മിസ് ചെയ്യും. പിന്നെ നമ്മുടെ ഗീതു, നമ്മുടെ ബിന്നി, ഒരുപാട് സന്തോഷം ബിന്നിയുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ. പിന്നെ സാജൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് നമ്മുടെ സന്തോഷേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്, രേവതിക്കുട്ടി, ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവർക്കും മൊമെൻറ്റും ഒക്കെ കിട്ടി. യൂണിറ്റിലെ ആർട്ടികൾക്ക് മാത്രം കൊടുത്താൽ ഇല്ലേ? അപ്പോ ക്യാമറ വൈശാഖ് എനിക്ക് ബെസ്റ്റ് ആക്ടർ രോഹിത് എഫക്സിലെ എനിക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് സങ്കടം ഇവരൊക്കെ അസൂയ. അപ്പൊ ഞാൻ ചൊറണ്ടി കളഞ്ഞു. ശിവ
അങ്ങനെ മൊമെൻറ്റോസ് ഒക്കെ നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ പതുക്കെ ഫുഡൊക്കെ കഴിച്ച് ഫുഡിനെ കുറിച്ചൊന്നും പറയാനില്ല, അടിപൊളി കിടിലൻ ഫുഡായിരുന്നു, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഒരു എൻജോയ്മെൻറ്റിലേക്ക് കയറി പതുക്കെ പാട്ടും ഡാൻസും കയറി 1-2 പേര് പാടുകയും ചെയ്തു. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഡാൻസ് ഉറപ്പായിട്ട് ഈ ഒരു സെറ്റ് എന്താ ഞാൻ പറയുക, ഗീതാഗോവിന്ദം എന്നൊരു സെറ്റ് ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ മിസ് ചെയ്യും. കാരണം ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു സെറ്റാണ്. പിന്നെ എൻ്റെ ഈ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു സാധാരണ നിങ്ങൾക്കറിയാം ഞാൻ നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറി കുറച്ച് ബോൾഡ് ആൻഡ് പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അവർണിക. പല പല ഇമോഷൻസിലൂടെയൊക്കെ ക്യാരക്ടർ അപ്പും ഡൗണും ഒക്കെ ആയിട്ട് പോയ ഒരു ക്യാരക്ടറും അതുപോലെ ഒരുപാട് പെർഫോം ചെയ്യാനുള്ളൊരു ക്യാരക്ടറും കൂടെ ആയിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയ പേഴ്സ് അക്കിന് ഒരു രക്ഷയില്ല, അടിപൊളി ഭയങ്കര വൈബായിട്ടുള്ള ഒരാളായിരുന്നു അക്കിൻ. അപ്പം ഇടയ്ക്ക് വെച്ച് അകിൻ്റെ ക്യാരക്ടർ കഴിഞ്ഞു, അപ്പം അവൻ പിന്നെ ഉണ്ടായില്ല. പിന്നെ എനിക്ക് കിട്ടിയതായിരുന്നു അജാസിക്ക, നമ്മുടെ ഗിരിധറേട്ടൻ. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ആ ചേട്ടൻ്റെ കൂടെ ഒരു ക്യാരക്ടർ എനിക്ക് പെയറായിട്ട് ചെയ്യാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. കാരണം പുള്ളി നേരെ ഓപ്പോസിറ്റ് ഭയങ്കര കാമാണ്, ഭയങ്കര ക്വയറ്റായിട്ടുള്ള ഒരാളാട്ടോ, എന്നാൽ നമുക്ക് വൈബിൽ നിൽക്കുന്ന ഒരാളുമായിരുന്നു. അപ്പോൾ ഇവർ 2 പേരുമായിരുന്നു എൻ്റെ പേഴ്സ്. 2 പേരിലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. 2 പേരുടെ കൂടെ ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. പിന്നെ നമ്മുടെ ഓരോ ക്രൂ, ഈ ഒരു സെറ്റ്, നമ്മുടെ ഡയറക്ടർ ജിതേഷ് ചേട്ടനാണെങ്കിൽ തന്നെ ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു പേഴ്സണാണ്. നമുക്ക് നമ്മുടെ എന്ത് അഭിപ്രായമാണെങ്കിലും ആളുടെ അടുത്ത് നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് ജിതേഷ് ചേട്ടൻ. പിന്നെ നമ്മുടെ ബോബി സാറ്, എല്ലാവരും അടിപൊളിയാണ്. മണിച്ചേട്ടനൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റ് സീരിയൽ അമ്മ സീരിയൽ ചെയ്തപ്പം അതിലെ ക്യാമറാമാനായിരുന്നു മണിച്ചേട്ടൻ. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു വർക്കിന് ശേഷം ഗീതാഗോവിന്ദത്തിലാണ്, ഏതാണ്ട് 10-11 വർഷത്തിന് ശേഷമാണ് മണിച്ചേട്ടൻ്റെ കൂടെ ഞാൻ ഈ ഗീതാഗോവിന്ദത്തിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ജോസേട്ടൻ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ പ്രൊഡക്ഷൻ ടീം, അരുൺചേട്ടനും രതീഷും എല്ലാവരെയും ഒരിക്കലും മറക്കില്ല. കാരണം അവരൊക്കെ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതിയും എല്ലാം എന്താ പറയുക, ഭയങ്കര അടിപൊളി മൊമെൻറ്റ്സ് ആയിരുന്നു അതെല്ലാം. ഇന്നത്തെ നമ്മുടെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഭയങ്കര ടയർഡായി. ലാസ്റ്റിൽ അടിപൊളിയായിരുന്നു. എത്ര വീഡിയോസ് കിട്ടിയെന്നൊന്നും അറിയില്ല. വീഡിയോസ് ഭയങ്കര ആട്ടമാണ്, എന്താ ചെയ്യുക, ആ ഒരു വൈബിൽ അങ്ങ് കയറിപ്പോയി. അടിപൊളിയായിരുന്നു കേട്ടോ. ലാസ്റ്റിൽ വന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഡാൻസ് ചെയ്ത് പാട്ടിട്ട് സൂപ്പറായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞു പോയപ്പോൾ ഒരു വിഷമം അല്ലേ? നീ അവിടെ ഉണ്ടായിരുന്നില്ലേ? നോക്കിക്കൊണ്ട് കൊഞ്ചം വീക്ക് താ. പാട്ട് പാടുവോ? ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിരുന്നു. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ശ്വേത? ഫുഡ് ഉലത്തിയത് ചിക്കനും പുഡിങ്ങും പായാസം പൊറോട്ട കോയിൻ പൊറോട്ട അത് ഓൾറെഡി മെനുല കാണിച്ചെല്ലാം അടിപൊളി. സീരിയസ്ലി ആ ഫുഡ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. നമ്മൾ സൂപ്പ് കുറേ വട്ടം കുടിച്ചു തോന്നുന്നു. ഞാൻ കുടിച്ചു 2 times. നല്ലതായിരുന്നു, സൂപ്പ് അടിപൊളിയായിരുന്നു, ഫുഡും സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ കുറേ ഫാൻ ബേസസ് ആൾക്കാർ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടാ. ഇപ്പൊ കൂടെ ഒരു കൊച്ചി 12th പഠിച്ചിട്ട് ഇരിക്കുന്നു പറഞ്ഞാൽ, ഒരു കൊച്ചി 12ാമത് ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ. അതല്ല ഒരു ഫോട്ടോ എടുക്കട്ടെ, സരിയാണ് ക്യൂട്ട്. ആ ക്യൂട്ട് കൊച്ചി വന്ന് ഒരു ചേച്ചി കൂടെ വന്ന്
നീത്തു ചേച്ചിനെ മാതിരി കുറേ ആൾക്കാർ വന്ന് സ്വീറ്റ് വെരി ശരി, സ്വീറ്റ്. അവർ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് നമുക്ക് വേണ്ടി നമ്മുടെ സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഹാപ്പിനെസ്സിൽ രാവിലെ 4 മണിക്കെല്ലാം അങ്ങിருந்து വന്ന് ഇവിടെ വന്ന് നമ്മൾ എല്ലാവരെയും பார்த்துட்டு വിഷ് ചെയ്തിട്ട് പോകണം. എല്ലാവരും ഭയങ്കര അടിപൊളി. അപ്പം അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷിതാ എനിക്ക് കിട്ടിയ മൊമെന്റ് അത്. എനിക്ക് കൂടെ എവിടെ ரொம்ப ഹാപ്പി. ഇത് നമ്മൾ വീട്ടിൽ വെച്ച് പോയില്ലേ നീ പോയില്ലേ? ആ ശരി അപ്പം ബൈ അശ്വിൻ പോയി. എല്ലാവരും പോയി തുടങ്ങി. നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഷൂട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് 1-2 സീൻസും കൂടെ ബാലൻസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് നമ്മുടെ വീട്ടിൽ ഗീതാഗോവിന്ദത്തിൻ്റെ ഓർമ്മയായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കും. ഭയങ്കര നല്ല ഫസ്റ്റ് ടൈം கிடைக்குதா? അല്ലല്ല, எனக்கு இது ஃபர்ஸ்ட் டைம். இந்த மாதிரி 700 எபிசோடு கிடைக்கிறது இது ரொம்ப ஃபர்ஸ்ட் டைம். ரொம்ப സ്പെഷ്യലാണ് ഇത്. സ്പെഷ്യലാണ്. ഓക്കെ. അപ്പം ഞങ്ങൾക്ക് കുറേ ബ്യൂട്ടിഫുൾ മെമ്മറീസ് തന്ന ഗീതാഗോവിന്ദത്തിൻ്റെ 700 എപ്പിസോഡ് കഴിഞ്ഞു. നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം എത്ര വീഡിയോസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവള് ഭയങ്കര പാടാണ്. ഇവൾക്ക് ഭയങ്കര വീഡിയോസ്, ഒത്തിരി വീഡിയോസ് ഉണ്ട്. അതെ, നോക്കാം. എന്തായാലും മാക്സിമം ഉള്ളതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.